മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉമർ മൗലവി കത്തയച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അള്ള കൊടുത്ത ശിക്ഷ അറിയോ? ഉമർ മൗലവിന്റെ മകനങ്ങ് കാഫിറായി. ഒന്നാം നമ്പർ സന്യാസി വേഷം കെട്ടി അള്ളാനെ തള്ളിപ്പറയുന്ന, ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന പച്ച കാഫിറായി. ആ കാഫിറായ ബഷീർ മാഷ്, ആ ബഷീർ മാസ്റ്ററെടുക്കല് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരായ കുറച്ച് കുട്ടികള്, അതാ മുഖാമുഖം മാസികയുടെ പ്രവർത്തകന്മാര് ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ ഞങ്ങളെ ഉസ്താദിന്റെ ഒരു കത്തയച്ചിരിക്കുന്ന മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി, അഡ്രസ്സ് തെറ്റിയിട്ട് ഉസ്താദിന് വന്നത്, നിങ്ങൾക്ക് അത് അയക്കേണ്ട കത്ത്, നിങ്ങളാണ് കാഫിറായത്, അതുകൊണ്ട് ആ കത്ത് കളങ്ങ് പിടിച്ചോന്ന് മറ്റും കത്തങ്ങ് കൊടുത്ത അയാളെ കയ്യിൽ, അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ കെ ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ